ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ അളിയൻ ഡ്രീംസ് ഓഫ് അക്ഷയ് എന്ന് പറയുന്നൊരു ചാനൽ, അതിൻ്റെ അസിസ്റ്റൻറ്റിനാണ് ഗൈസ്. എൻ്റെ പേര് ആദി. ഹലോ ഗൈസ്, എൻ്റെ അളിയൻ കൂടുതൽ ഗെയിമൊക്കെ ഇത് കളിച്ചിട്ടുണ്ടാണ്. എൻ്റെ അളിയനെ നിങ്ങൾ അറിയാതെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ കളിയൊക്കെ എൻ്റെ കൂടെ ട്രോളൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ടവരാണ് എൻ്റെ അളിയൻ. നിങ്ങൾ ആദ്യ അക്ഷയ് ട്രോൾ 2, 1 നിങ്ങൾക്ക് കണ്ടു നോക്കി എൻ്റെ അളിയനെ കാണാൻ പറ്റും. പിന്നെ മരുന്ന് പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവന്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്ന. പേര് ഈ ഫുട്ബോൾ. ഇത് ആരാന്നറിയാൻ വീഡിയോ എടുത്താരെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക ഗൈസ്, കമൻറ്റ് ഇടുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വരും നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് കുറച്ച് ഫ്രീ സ്പിന്ന് ചെയ്ത് നോക്കാം ഗൈസ്. അല്ല സ്ട്രെങ്തൊക്കെ കിട്ടുന്നുള്ളതായിരിക്കും ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ പുതിയ ഈവൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പയ്യെ അത് നോക്കാം. പിന്നെ ഇൻബോക്സിൽ എനിക്ക് പുതിയ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. സ്ട്രെങ്തൊക്കെ ഉള്ളതെന്ന്, അത്യാവശ്യം സ്ട്രെങ്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇതാ ഗൈസ്, ഫുൾ ഫുഡിൻ എന്ന് പറയുന്നൊരു അടിപൊളി ക്യാരക്ടറാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. പ്ലെയർ ഗൈസ്, പ്ലെയർ നമുക്ക് സൈഡിലായിട്ട് വെക്കാം. അത് സ്ട്രെങ്തൊക്കെ കിട്ടുന്ന പ്ലെയറാണ് ഗൈസ്. ഇനി നമുക്ക് കോൺട്രാക്റ്റ് പോയി ഫ്രീ നോക്കാം ഗൈസ്. വേറെ ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഗൈസ്, എൻ്റെ അളിയനെ കണ്ടെങ്കിലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സ്നേഹപൂർവ്വം കമൻ്റൊക്കെ ഇടുക ഗൈസ്. അപ്പോൾ നമുക്ക് ഫ്രീ സ്പെൻഡ് ചെയ്യാൻ നോക്കാം ഗൈസ്. ആദ്യം നമ്മൾ സെലക്ഷൻ കോൺട്രാക്റ്റിലാണ് പോകുന്നത്. ഇത് പുതിയ ടീമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് 3 എപ്പിക് പാക്കറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റിൽ തേർഡ് വേണം ഗൈസ്. അതാണ് നമുക്ക് അത്യാവശ്യം. എൻ്റെ ഫേവററ്റ് പ്ലെയറും കൂടിയാണ് ഗൈസ്. ഗൈസ്, ചീത്ത വിളിക്കാതെ ബാക്കിയുണ്ട് എല്ലാം കമൻറ്റിൽ ഇട്ടോ ഗൈസ്. അല്ല ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ലൈറ്റൊക്കെ എത്തുന്നുണ്ട്. അത്യാവശ്യം നോക്കാം ആരാണെന്തോ നോക്കാം ഗൈസ്. ഫസ്റ്റിൽ നമുക്ക് തേർഡ് ഗൈസ് എപ്പിക് പാക്കറ്റ് തന്നെ കിട്ടിയിരിക്കുന്നു ഗൈസ്. അടിച്ചു പൊളിച്ചു. നമുക്ക് വേറൊരു ഫ്രീ സ്പിന്നും ഉണ്ട് ഗൈസ്. നമുക്ക് കോൺട്രാക്റ്റ് പോകാം. അടുത്ത ടീം നമുക്ക് നോക്കാം. അടുത്ത ടീം എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. നിങ്ങൾ നോക്കിക്കോളൂ. ഈ പറയുന്നത് എൻ്റെ അളിയനെന്നെ ഞാൻ എപ്പോൾ മൾട്ടി പ്ലെയർ കളിക്കാൻ പോന്നാലും എൻ്റെ 8 നിലയ്ക്ക് പൊട്ടിച്ച് വിടുന്നവരാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ടീം ഗൈസ്. ഇതിൽ എനിക്ക് ഫസ്റ്റിൽ 4 പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റിൽ ഫോർത്ത് എന്ന് പറയുന്നൊരു പ്ലെയറാണ്. എപ്പിക് പാക്കറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രീ കൊടുക്കുക. അതാണ് ഗൈസ് എനിക്ക് എപ്പിക് പാക്കറ്റ് കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. പുറത്ത് ലൈറ്റൊന്നുമില്ല, അത്യാവശ്യം അകത്ത് ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കാം. ഗൈസ്, നമുക്ക് ഫസ്റ്റിൽ ഫോർത്തിൽ എനിക്ക് ഒരുപാട് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് എപ്പിക് പാക്കറ്റ് തന്നെ കിട്ടി 2 ഫ്രീക്കകത്തും. ചിലർക്ക് എനിക്ക് ബേസ് കാർഡ്സാണ് കിട്ടുന്നത് ഗൈസ്. ഇത് നമുക്ക് നോക്കാം. ഇനി പ്ലെയറുടെ അടുത്ത് ഗെയിം പ്ലേയിലും പോയി ഇവരൊക്കെ ഇടാം ഗൈസ്. എന്നാൽ എൻ്റെ ടീമിൻ്റെ സ്ട്രെങ്ത് കൂടും ഗൈസ്. ഇവിടെ ഈ കോയിൻസ് വെച്ച് എനിക്കൊന്നും വാങ്ങാനില്ല ഗൈസ്. പിന്നെ പാക്സിൽ പോയി 4 സ്റ്റാർ കോയിൻ വാങ്ങണം ഗൈസ്. അതിൽ നമുക്ക് 4 സ്റ്റാർ കോയിൻസ് ഇന്ന് എനിക്ക് രാവിലെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ വെച്ച് നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഹലോ ഗൈസ്, ഈ 3 പ്ലെയേഴ്സാണ്. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏത് വേണമെന്ന് നോക്കാം ഗൈസ്. എനിക്ക് 4 സ്റ്റാർ ഉള്ളു, 5 സ്റ്റാർ കിട്ടിയിട്ടില്ല. നമുക്ക് നിങ്ങൾക്ക് എൻ്റെ അളിയനെ ഇഷ്ടമാണോ ഗൈസ്? ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 4 സ്റ്റാർ ആൾക്കാർ നമുക്ക് പ്ലെയേഴ്സിന് വാങ്ങാൻ പറ്റുമോ ഗൈസ്? ഗൈസ്, 1 മിനിറ്റ്, ഞാൻ ദാ വരുന്നു ഗൈസ്. അല്ല, അപ്പം നമുക്ക് ഇവനാണ് നോക്കാനുള്ളത്. ഈ ലെഫ്റ്റ് ഫുട്ട് സ്ട്രോങ്ങസ്റ്റ് ആണ്. ഏജ് ഹൈറ്റ് 178 കൊണ്ട് ഏജ് 28 ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവനെ വാങ്ങാം. എന്നാൽ എൻ്റെ ടീമിൽ കുറച്ചും കൂടി ചെന്ന് ഇവനാണെന്ന് നമുക്ക് തോന്നുന്നു ഗൈസ്. അപ്പം അവന് ഇവനെ എടുത്തിരിക്കുന്നു ഗൈസ്.
ഗൈസ് ഇവല് കൂൾഡസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. കോൾഡസ്റ്റ് എന്നായിപ്പോയി ഗൈസ്, കൂളസ്റ്റ് ആണ് പറയാൻ വന്നത്. അപ്പോൾ കൂളസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, നമുക്ക് ഗെയിം പ്ലാനിൽ പോയി ഇവരൊക്കെ പിടിച്ചിടണം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മാച്ചിൽ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പെനാൽറ്റിയാണ് അടിക്കാൻ പോകുന്നത് ഗൈസ്. പെനാൽറ്റീൻ്റെ ആദ്യം കൊണ്ട് തുടങ്ങിയിരിക്കുന്നത് ഗൈസ്, ഇതുവരെ എടുത്തിട്ടില്ല. എടാ അളിയ, ഇന്നാ നീ ഒരു പെനാൽറ്റി അടിക്കടാ. കിട്ടി ഗൈസ്. ഗൈസ് അപ്പം നമ്മൾക്ക് പെനാൽറ്റി അടിക്കാം ഗൈസ്. നമ്മളപ്പോൾ ഓക്കെ കൊടുത്തിരിക്കുന്നു. ഓക്കെ കൊടുത്തിട്ട് നമ്മളേരെ കളിക്കാനായിട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, ഇവൻ തികച്ച് സാധിച്ചു പോയി. ഞാൻ അടിച്ചിട്ടാണ് ഹലോടാ പെനാൽറ്റി അടിക്കാന്ന് പറഞ്ഞു ഇവൻ വന്നത്. ആ കുഴപ്പമില്ല സാർ. എടാ നിനക്ക് അടുത്തോട്ട് തന്നെ അടിക്കാൻ തരാം കേട്ടാ. ഓക്കേടാ. ഹലോ ഗൈസ്, അപ്പോൾ പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ താരെ കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ടൂർണമെന്റ് ഉണ്ട്, PvP ഉണ്ട്. പാട്ട് എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? പാട്ട് കൊള്ളാമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. നല്ല കാര്യങ്ങൾ മാത്രം ഇടാവുക ഗൈസ്, അങ്ങനെ ദോഷകമായിട്ടുള്ള വാക്കുകൾ മാത്രം ഇടും. ഫസ്റ്റ് നമ്മൾ ടൂർണമെൻ്റാണ് എടുക്കുന്നത് ഗൈസ്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ഉണ്ട് ഗൈസ്. കംപ്ലീറ്റ് ആക്കി നമുക്ക് വേൾഡ് ട്രോഫി കിട്ടുമെന്നാണ് പറയുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. റൗണ്ട് 1 ആണ് എടുത്തിരിക്കുന്നത് ഗൈസ്. അറിയാതെ എൻ്റെ അത്തയുടെ വളയൊന്ന് തട്ടിപ്പോയി. അവിടെ വീണ് നടന്നാൽ എൻ്റെ അത്ത എന്നെ കൊല്ലും. അതുകൊണ്ട് എടുത്ത് വെച്ചാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2 മാച്ച് കൊടുക്കുക ഗൈസ്. അപ്പോൾ എൻ്റെ ടീമിൽ പറ്റിയ സ്ട്രെങ്ത് കൂടിയ ടീമാണ് വന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം ഗൈസ്. സ്ട്രെങ്തിലുള്ള കാര്യം കളിക്കുന്നില്ലാണ് ഗൈസ്. അപ്പം നോക്കാം ഗൈസ്. ബോൾ എൻ്റെ കയ്യിലല്ല ഗൈസ്, അവൻ്റെ കയ്യിലാണ്. ഹലോ ഗൈസ്, അപ്പം നമുക്ക് കളിക്കാം. കരുത്തിടിച്ച് കലക്കി ഗൈസ്. നീ കളിക്കണോ? ഞാനൊന്നും കളിക്കുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ കളിക്കാം ഗൈസ്. ഇപ്പം സ്ട്രെങ്തൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 2 എപ്പിക് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് 2 പ്ലേസിനും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കളിക്കാൻ തുടങ്ങാം ഗൈസ്. 10 ഗോൾ അടിക്കുമെന്ന് പറഞ്ഞാൽ 5 ഗോൾ തികച്ചടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് 5 ഗോളേ അടിക്കാൻ പറ്റുന്നുള്ളൂ ഗൈസ്. 10 ഗോളൊന്നും എനിക്ക് അടിക്കും. എന്നെക്കാട്ടി കൂടി സ്ട്രെങ്തുള്ള ടീമാണ് ഇപ്പോൾ വന്നത്. അതിൻ്റെ 5 ഗോൾ അടിക്കുന്ന മാച്ചും ശ്രമിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നു ഗൈസ്. ഗൈസ് അപ്പോൾ അവനെടുത്തിരിക്കുന്നു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഗോളടിച്ചിരിക്കുന്നു. ഗോൾ റെഡി കാണാൻ വലിയ പറയാടാ. ഗോളൊന്നും അടിച്ചിട്ടില്ലല്ലേ ഗൈസ്. അവൻ്റെ കണ്ണ് ചെറുതായിട്ട് ഒരു മങ്ങലുണ്ട് ഗൈസ്. ഗൈസ് ഇവൻ ചുമ്മാ പറയുന്നത് ഗൈസ്. എനിക്ക് മങ്ങലൊന്നുമില്ല. പിരീഡ് ചെറുതായിട്ട് കാണാൻ വയ്യടാ. എടാ ഗോളടിക്കുന്നു പറയണ്ടേ. വലുതാക്കി താഴെ സ്ക്രീൻ വലുതാക്കി തരാം. ഹലോ ഗൈസ്, അയ്യോ എൻ്റെ ഗോളപ്പാവൻ പിടിച്ചിരിക്കുന്നു ഗൈസ്. പെനാൽറ്റി അടിക്കാൻ പറ്റിയില്ല ഗൈസ്. ഗൈസ് അപ്പം എൻ്റെ ഒരു ബോൾ ഞാൻ മാറ്റിയിരിക്കുന്നു ഗൈസ്. അവനിപ്പോൾ അടിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എന്നെ വിട്ടുകൊടുക്കില്ല ഗൈസ്. മാക്സിമം ട്രൈ ചെയ്യുന്നേ. ഹലോ ഗൈസ്, അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ബോൾ. അപ്പോൾ ഗൈസ് ഞാൻ അടിച്ചിട്ടുണ്ട്, ഹെഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടിക്കണം ഗൈസ്. ബോയ്സ് ഞാൻ തട്ടി ഇവന്മാരൊന്നും കട്ടിക്ക് നിൽക്കുന്നു ഗൈസ്. എൻ്റെ കൈ കിട്ടുമ്പോൾ തന്നെ ഇവന്മാർ ബോൾ എടുത്തുകൊണ്ട് പോകണം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അടിച്ചടിച്ച് നിൽക്കുന്നത്.
ഗൈസ് അപ്പം എടുത്തു. എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഹലോ ഗൈസ് അപ്പം നമുക്ക് അടിക്കാം ഗൈസ്. തട്ടി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ഗൈസ്. ഗൈസ് ഹാർഡ് വർക്ക് ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റും ഗൈസ്. യെസ് അതുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയത്. അതാണ് ഗൈസ്, ദിസ് ഈസ് എ പവർ ഓഫ് ദ ഹെൽത്ത്. അപ്പോൾ ഗൈസ് അപ്പം ഞാൻ ഒരു ഗോൾ അടിച്ചിരുന്നു ഗൈസ്. ലേണർ മെസ്സി ഉണ്ടാടി എനിക്ക് എപ്പിക് പാക്കറ്റ് തന്നെ കിട്ടി. മെനഞ്ഞാൽ നിങ്ങണ്ടാണ് ഗൈസ് എനിക്ക് എപ്പിക് പാക്കറ്റ് കിട്ടിയത്. ഹലോ ഗൈസ് ഇതിപ്പോൾ എൻ്റെ റീപ്ലേ ആണ് ഞാൻ അടിച്ചത്. അവൻ്റെ കൈ തട്ടിയാണ് ഗോൾ കയറിയിരിക്കുന്നത് ഗൈസ്. ഗൈസ് ഞാൻ അടിക്കുകയാണ്. അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബോൾ ഗൈസ്. എന്നാ പറഞ്ഞു ഗൈസ് എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. അവൻ എൻ്റെ കയ്യിൽ തന്നെ ഗോൾ തന്നത് ഗൈസ്. ഗൈസ് നമ്മളുടെ ആദ്യം ഗോൾ അടിക്കുമോ നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞറിയിക്കുക ഗൈസ്. അപ്പം എനിക്ക് അടിക്കാൻ എനിക്ക് മാക്സിമം 5 എടുത്തേ പറ്റൂ ഗൈസ്. 10 എടുക്കാൻ എനിക്ക് തീരെ കഴിയില്ല. കാരണം ഇവർ കട്ടിക്ക് വയ്ക്കുമോ. പക്ഷെ എൻ്റെ ടീം സ്ട്രെങ്ത് വളരെ ഇച്ചിരി ഉള്ളു ഗൈസ്. അതുകൊണ്ടാണ് നമ്മളുടെ ആദ്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആദ്യം വല്ലതൊക്കെ ഗോളടിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് വേണമല്ലേടാ? അതെ ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിൽ തന്നെ വീണ്ടും ബോൾ ഇട്ടിരിക്കുന്നു ഗൈസ്. സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനെനിക്ക് ഇൻസ്റ്റയിലടാ ഫോളോ ചെയ്യാൻ. യൂട്യൂബിൽ ഫോളോ ചെയ്യാൻ പറ്റുമോടാ? അപ്പോൾ ഗൈസ് ഇതിന് മറുപടി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും രണ്ടാമത്തെ ഗോള് വീണ്ടും ലേണർ മെസ്സി വെച്ചാണ് അടിച്ചിരിക്കുന്നത് ഗൈസ്. നിങ്ങൾ കമൻറ്റിലൂടെ പറയുക എന്നെ വെച്ചുള്ള വീഡിയോ ഒരുത്തെങ്കിലും പറയണം. പക്ഷേ എന്നാ കാല് പിടിച്ചിട്ടാണ് ഈ വീഡിയോ എന്നെ ഇവൻ കയറ്റിയത് ഗൈസ്. അതുകൊണ്ട് കമൻറ്റിലൂടെ എന്നെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ പറയണം ഗൈസ്. നിങ്ങൾ പറഞ്ഞാലേ ഞാൻ കേൾക്കത്തുള്ളൂ ഗൈസ്. ഒരാളെങ്കിലും എന്നെ വെച്ചുള്ള വീഡിയോ പറയണം ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം അടിക്കുന്നു ഗൈസ്. എനിക്ക് ഹാഫ് ടൈം മുമ്പേ 2 ഗോൾ അടിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഹലോ ഗൈസ് അപ്പം അവനാണ് ടച്ച് എടുത്തിട്ടിരിക്കുന്നത് ഗൈസ്. അപ്പം ഞാനാണ് എന്നെ എടുക്കേണ്ടത്. ചില ലാഗൊക്കെ ഉണ്ട് ഗൈസ്. അത് നിങ്ങൾ സഹിക്കുക. ഹലോ ഗൈസ് അപ്പം നമുക്ക് എടുക്കണം. എത്ര മണിയായി? ഹലോ ഗൈസ് അപ്പം നമുക്ക് എടുത്തേ പറ്റുമോ? ഇന്ന് എനിക്ക് മാക്സിമം 5 എടുക്കണം ഗൈസ്. മാക്സിമം 5 എടുത്താലേ ഒന്ന് പകുതിയൊക്കെ ആവാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇപ്പോൾ എടുത്തേക്ക് ഗൈസ്. അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബോൾ. എനിക്ക് ബോൾ ഡിഫെൻഡ് ചെയ്യാൻ കുറച്ച് പാടാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്. ഇവൻ്റെ അനൗൺസ്മെൻ്റ് ആണോ നല്ലത് എൻ്റെ അനൗൺസ്മെൻ്റ് ആണോ ഗൈസ്? കമൻറ്റിലൂടെ പറഞ്ഞറിയിക്കുക. ഹലോ ഗൈസ് അപ്പം അവൻ്റെ കയ്യിലാണ് വീണ്ടും ബോൾ. എന്നാൽ കഷ്ടപ്പെട്ട ഗോൾ കീപ്പറിൻ്റെ അടുത്ത് അടിക്കാൻ പോകുമ്പോൾ ഇവന്മാരെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് തട്ടി നിൽക്കുന്നത് ഗൈസ്. ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ടത് എൻ്റെ വിഷമം നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഗൈസ്. ഹലോ ഗൈസ് അപ്പം അവൻ്റെ കയ്യിലാണ് എൻ്റെ അളിയൻ കുറേ ട്രോളിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു വെക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇപ്പം നമുക്ക് സബ്സ്ക്രൈബ് വളരെ ഇച്ചിരി ഉള്ളൂ ഗൈസ്. മിനിമം നമുക്കൊരു 72 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഗൈസ്. ഇപ്പം തന്നെ 59 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ കാര്യം വെക്കണ്ട. 59 വലിയ ചെറിയ നമ്പറൊന്നുമില്ല ഗൈസ്. എന്നാലും ഇച്ചിരി കൂടി സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക ഗൈസ്. നിങ്ങളുടെ വീട്ടിലുണ്ട് എല്ലാവരുടെ അടുത്തും പറയുക സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ദൂരെയുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ 3ാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നതാണ് ഗൈസ്. ഇനി എനിക്ക് 2 ഗോളും കൂടി അടിക്കണം ഗൈസ്. ഹലോ ഗൈസ് അപ്പം നമ്മൾ 3ാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും ലേണിംഗ് മെസ്സിയാണ് അടിച്ചിരിക്കുന്നത്. ചിലവട്ടം ലേണിംഗ് മെസ്സി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ടീമിൽ
ജയിച്ചു പോകാൻ പറ്റുന്നത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ കൂടിയ എപ്പിക് പാക്കറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. കൂടിയ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറേ പേര് കളിച്ചിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിൻ്റെ പേരാണ് ഈ ഫുട്ബോൾ. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ വീണ്ടും ബോളെത്തി എനിക്ക് അടിക്കാൻ ശ്രമിക്കാൻ നോക്കാം ഗൈസ്. ഗൈസ് ഞാൻ അടിച്ചിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പം മാച്ച് ചെയ്യാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ ഗൈസ്. ഹലോ ഗൈസ്. അപ്പം ഞാൻ റീപ്ലേ എടുത്തെടുത്ത് കാണിക്കുന്നത് ഞാൻ അടിച്ചല്ലോ. ഈ ഇഫ്റ്റ് വിളിക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ കാണുന്നത് പോലെയാണ് ഗൈസ്. നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് ഗൈസ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ല ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ റൊണാൾഡോ ആണ്. നിന്റെ ഫേവറേറ്റ് പ്ലെയർ ആരാ? എൻ്റെ റൊണാൾഡോ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പം എൻ്റെ 4ാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം 5 എണ്ണം എനിക്കിനി ഒരു ഗോളും കൂടി മതി ഗൈസ് 5 എണ്ണം ആവാൻ. ഹലോ ഗൈസ്. അപ്പം എൻ്റെ കയ്യിൽ വീണ്ടും ബോൾ ഇട്ടിരിക്കുന്നു ഗൈസ്. അപ്പം മാച്ച് അവസാനിക്കും ഗൈസ്. എനിക്ക് 5 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ, 10 എണ്ണം എടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ടീമിന് സ്ട്രെങ്തൊക്കെ കുറവാണ്, പിന്നെ എപ്പിക് പാക്കറ്റും കുറവൊക്കെയാണ് ഗൈസ്. ഇപ്പം എനിക്ക് 5 എണ്ണം കൂടി ഉള്ളൂ ഗൈസ്. എൻ്റെ ടീമിൻ്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ഗുഡ് ബൈ. ബൈ പറയണം. ബൈ. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ഷെയറും ചെയ്യണം. നിങ്ങൾ നല്ല കമൻറ്റുകൾ ഇടരുത്, ചീത്ത കമൻറ്റുകൾ ഇടരുത്. നല്ല കമൻറ്റുകൾ ഇട്ട് പോവുക. ബൈ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് എന്നെ വെച്ചുള്ള വീഡിയോ എടുക്കാൻ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ എൻ്റെ അസിസ്റ്റൻ്റാണ്. എൻ്റെ പേര് ആദി എന്നാണ്. ടാറ്റാ, ബൈ.